നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ഈ ഒരു ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ച കാര്യങ്ങളില്ലേ, അതൊക്കെ ജീവിതത്തിൽ എത്രത്തോളം ഉപയോഗിക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഈ മാർക്കിനും റാങ്കിനും ഒക്കെ അപ്പുറം ശരിക്കുള്ള ജീവിതത്തിലെ പ്രശ്നങ്ങൾ വരുമ്പോ അത് നേരിടാൻ നമ്മൾ എത്രത്തോളം റെഡിയാണ്? അതൊരു വലിയ ചോദ്യം തന്നെയാ. ഇന്ന് നമ്മൾ നോക്കുന്നത് ഈ ഒരു ചിന്തയെ കുറച്ചുകൂടി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു പുതിയ ആശയമാണ് കഴിവ്. ഇന്റർനാഷണൽ ലൈഫ് സ്കിൽസ് ഡെവലപ്മെന്റ് ആൻഡ് സർവേ അക്കാദമി, അതിനെക്കുറിച്ചാണ് നമുക്ക് കുറച്ച് വിവരങ്ങൾ കിട്ടിയിട്ടുള്ളത്. ഇതിന്റെ സ്ഥാപകൻ മോഹനകൃഷ്ണൻ MT, അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ഒരു പുതിയ വിദ്യാഭ്യാസ കാഴ്ചപ്പാടാണിത്. വെറുതെ നമ്മുടെ നാട്ടിലെയോ സംസ്ഥാനത്തെയോ അല്ല, ലോകത്തിന്റെ തന്നെ ഒരു വിദ്യാഭ്യാസ രീതിയെ മാറ്റണം എന്ന് വലിയൊരു ലക്ഷ്യമാണ് ഇതിന് പിന്നിൽ. അദ്ദേഹം എല്ലാവരുടെയും ഒരു സഹായവും സഹകരണവും ഒക്കെ ഇതിനായിട്ട് തേടുന്നുണ്ട്. അതെ, നമുക്ക് കിട്ടിയ വിവരങ്ങൾ വെച്ച് നോക്കുമ്പോ ഇതൊരു സാധാരണ എഡ്യൂക്കേഷൻ പ്രോജക്റ്റ് അല്ല കേട്ടോ. വളരെ വ്യത്യസ്തമായ 3 കാര്യങ്ങൾ ഒരുമിപ്പിക്കാനുള്ള ശ്രമമാണ് ഇവിടെ കാണുന്നത്. 3 കാര്യങ്ങളോ? അതെ. ഒന്ന്, നമ്മുടെ ഭാരതത്തിന്റെ പാരമ്പര്യമായ യോഗ. പിന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി, അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ AI. മൂന്നാമതായിട്ട് ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യം വേണ്ട ചില കഴിവുകൾ, ലൈഫ് സ്കിൽസ് എന്ന് പറയില്ലേ, അത്. കൊള്ളാലോ. യോഗ, പിന്നെ AI, പിന്നെ ലൈഫ് സ്കിൽസ്. ഇത് 3 കൂടി ഒരുമിച്ച് കേൾക്കുമ്പോ തന്നെ ഒരു കൗതുകം തോന്നുന്നുണ്ട്. ഒറ്റ നോട്ടത്തിൽ ഇതൊക്കെ എങ്ങനെ ഒരുമിക്കുമെന്നും തോന്നുമല്ലേ? ശരിയാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളിലേക്കൊന്ന് ആഴത്തിൽ നിന്ന് ഇറങ്ങി നോക്കാം. എന്താണ് ഈ കഴിവ് മുന്നോട്ട് വെക്കുന്ന ഒരു രീതി? ഇപ്പോഴത്തെ സിസ്റ്റത്തിൽ നിന്ന് ഇതിന് എന്താണ് ഒരു വ്യത്യാസം? നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. തീർച്ചയായും. അപ്പോ ആദ്യം നമ്മളിപ്പോ നേരിടുന്ന ചില പ്രശ്നങ്ങൾ അതൊന്ന് നോക്കാം. ഇപ്പൊ കിട്ടിയ ചില കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ കാര്യങ്ങൾ അത്ര ശുഭകരമല്ല. പ്രധാനമായും ഈ പുസ്തകങ്ങളിലും പരീക്ഷകളിലുമുള്ളൊരു അമിത ഫോക്കസ് ഇല്ലേ, അത് കുട്ടികളില് വലിയൊരു മെന്റൽ പ്രഷർ ഉണ്ടാക്കുന്നുണ്ട്. ശരിയാണ്. ഉദാഹരണത്തിന് ഒരു 2025 ചില കണക്കുകൾ പറയുന്നത് ഇന്ത്യയിലെ വലിയ സിറ്റികളിലെ സ്റ്റുഡൻസില് ഏകദേശം 5-ൽ 3 പേർക്ക് എന്ന് വെച്ചാൽ ഒരു 60% പേർക്ക് ഉത്കണ്ഠ, ആങ്സൈറ്റി ഉണ്ട് എന്നാണ്. 60%? അതെ. 70% പേർക്ക് മിതമായതോ അല്ലെങ്കിൽ കുറച്ചുകൂടി കടുത്തതോ ആയ ആങ്സൈറ്റി, ഒരു 60% പേർക്ക് ഡിപ്രഷനും ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ കഴിഞ്ഞ വർഷം മാത്രം സ്റ്റുഡന്റ് സൂയിസൈഡ് കേസുകളിൽ ഒരു ഏകദേശം 20% വർധനവും ഉണ്ടായി എന്നും ഈ രേഖകൾ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് തന്നെ പേടിയാവുന്നു. ശരിയാണ്, നമ്മൾ കാണുന്നതാണല്ലോ. പഠിച്ചിറങ്ങുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥ, അല്ലെങ്കിൽ പഠിച്ചതൊന്നും ജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നൊരു തോന്നല്. ഇതൊക്കെ ഒരുപാട് പേർക്ക് അനുഭവമുണ്ട്. സന്തോഷ് ജോർജ് കുളങ്ങര ഒരിക്കൽ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. പലപ്പോഴും ഈ പേരൻസിന് പോലും കുട്ടികളുടെ ആ ഒരു ശരിക്കുള്ള കഴിവ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതെ അതെ. അവരുടെ ആ ഒരു താല്പര്യം കണ്ടെത്താതെ നാട്ടുകാരെന്ത് വിചാരിക്കുമെന്നൊക്കെ നോക്കി അവർക്കിഷ്ടമില്ലാത്ത കോഴ്സിനൊക്കെ വിടുന്നു. ബിടെക് ഒക്കെ കഴിഞ്ഞിട്ട് അവസാനം വല്ല വീഡിയോ എഡിറ്റിംഗോ മറ്റോ പഠിക്കാൻ പോകുന്ന എത്രയോ പേരുണ്ട്. അതൊക്കെ ഇതിന്റെ ഭാഗം തന്നെയാണ്. ശരിയാണ്. അപ്പോ ഈ ഒരു സാഹചര്യത്തിലാണ് ഈ കഴിവ് എന്ന ആശയം കുറച്ചുകൂടി റെലവന്റ് ആകുന്നത്. ഇതിന് പിന്നിലുള്ള ആള് മോഹനകൃഷ്ണൻ MT. അദ്ദേഹത്തിന്റെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് തന്നെ വളരെ വളരെ വ്യത്യസ്തമാണ്. അദ്ദേഹം ഒരു മുൻ സൈനികനാണ്. പിന്നെ NSG കമാൻഡോ ആയിരുന്നു. UN പീസ് കീപ്പിംഗ് ഫോഴ്സിന്റെ ഭാഗമായിട്ട് ശ്രീലങ്ക, ജോർഡാൻ, കെനിയ അങ്ങനെയുള്ള യുദ്ധം നടന്ന രാജ്യങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. അവിടെ ഈ പൊട്ടാത്ത ബോംബുകളൊക്കെ നിർവീര്യമാക്കില്ലേ, അത്തരം ജോലികളില് ഏകദേശം 10 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. മൈ ഗോഡ്. അതുമാത്രമല്ല, ഒരു യോഗ ട്രെയിനറാണ്, ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ അറിവുണ്ട്, പിന്നെ ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അങ്ങനെയുള്ള കാര്യങ്ങളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോ ഈ അനുഭവങ്ങളെല്ലാം കൂടി ചേർന്നാണ് ഈ ഒരു പുതിയ ചിന്ത, ഈ കാഴ്ചപ്പാടുണ്ടാവുന്നത്. അപ്പൊ ഇതൊരു ജീവിതാനുഭവങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഒരു സംരംഭമാണെന്ന് പറയാം. എന്താണ് ഇതിന്റെ ഒരു കോർ ഐഡിയ? എന്താ ഇവർ മുന്നോട്ട് വെക്കുന്നത്? അതിന്റെ ഒരു അടിസ്ഥാന തത്വം അത് വളരെ സിമ്പിൾ ആണ്. സർവേ, സ്കിൽ, സെർവ്. സർവേ, സ്കിൽ, സെർവ്. അതെ. അതായത് ആദ്യം നമുക്ക് ചുറ്റും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ ആവശ്യങ്ങളുണ്ട് എന്ന് കണ്ടെത്തുക, മനസ്സിലാക്കുക. അതാണ് സർവേ. രണ്ടാമത്, ആ കണ്ടെത്തിയ പ്രശ്നം പരിഹരിക്കാൻ അല്ലെങ്കിൽ ആ ആവശ്യം നിറവേറ്റാൻ എന്ത് കഴിവാണ് വേണ്ടത്, ആ കഴിവ് നേടുക. അതാണ് സ്കിൽ. മൂന്നാമത്, നമ്മൾ നേടിയെടുത്ത ആ കഴിവ്
അത് സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഉപയോഗിക്കുക. അതാണ് സെർവ്. വെറുതെ എന്താ പറയാ, ഭാഗ്യത്തിന് വിശ്വസിച്ചിരിക്കാതെ സ്വന്തം പ്രയത്നം, പെർഫോമൻസ്, അതിലൂടെ മുന്നോട്ടു പോകുക. അങ്ങനെ ഒരു പെർഫോമൻസ് വർക്കിംഗ് സിസ്റ്റം ഉണ്ടാക്കാനാണ് ഇവരുടെ ഒരു ശ്രമം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊരു ഉത്തരവാദിത്വം വരുന്ന ഒരു രീതി. ഓക്കെ, സെർവ്, സ്കിൽ, സെർവ്. അതായത് പ്രശ്നം കണ്ടുപിടിക്കുക, അതിനുള്ള കഴിവ് നേടുക, അത് വെച്ച് സേവനം ചെയ്യുക. കേൾക്കുമ്പോൾ വളരെ ലോജിക്കലായിട്ട് തോന്നുന്നുണ്ട്. അപ്പോ വെറും ബുക്കിലെ അറിവിനപ്പുറം യഥാർത്ഥ കഴിവുകൾക്കാണ് ഇവിടെ പ്രാധാന്യം, അല്ലേ? അതെ, തീർച്ചയായും. പുസ്തക അറിവ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ എന്നതിനേക്കാൾ ഉപരി ഉൾക്കാഴ്ച അഥവാ ഇൻസൈറ്റ് നേടുന്നതിലാണ് ഊന്നൽ. ഉൾക്കാഴ്ച, ഇൻസൈറ്റ്. അതെ, അതായത് സ്വന്തം അനുഭവങ്ങളിലൂടെ, പിന്നെ ആഴത്തിലുള്ള ഒരു അന്വേഷണത്തിലൂടെ, മറ്റുള്ളവരോടുള്ള ഒരു എമ്പതിയിലൂടെയൊക്കെ കിട്ടുന്ന ഒരു തരം ആന്തരികമായ തിരിച്ചറിവ്. ഈ ഉൾക്കാഴ്ച നമ്മുടെ മനസ്സിലെ കൺഫ്യൂഷൻസ് ഒക്കെ മാറ്റി ഒരു ശാന്തത തരും. നമ്മൾ എന്ത് ചെയ്യുന്നു എന്നതിനെ കുറിച്ചൊരു ക്ലാരിറ്റി തരും. നമ്മുടെ ചിന്തകളെ യാഥാർത്ഥ്യമാക്കാൻ സഹായിക്കും എന്നൊക്കെയാണ് അവരുടെ ആശയങ്ങളിൽ പറയുന്നത്. കൊള്ളാം. അപ്പൊ ഈ കഴിവ് എന്ന മോഡലിന്റെ ഒരു ബേസിക് പില്ലേഴ്സ് എന്തൊക്കെയാണ്? നേരത്തെ പറഞ്ഞ ആ യോഗ, AI, ലൈഫ് സ്കിൽസ്, അതൊക്കെ എങ്ങനെയാണ് ഇതിൽ ഒരുമിച്ച് വരുന്നത്? ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫൗണ്ടേഷൻ ആയിട്ട് അവർ കാണുന്നത് യോഗയാണ്. യോഗ എന്ന് പറയുമ്പോൾ വെറും ഒരു എക്സസൈസ് മാത്രമല്ല, അതൊരു മാനസികമായ ഒരു കരുത്ത്, പിന്നെ ഡിസിപ്ലിൻ, അതിനെ അവര് തപസ് എന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ എല്ലാത്തിനെയും ഒരേപോലെ കാണാനുള്ളൊരു കഴിവ്, സമത്വം എന്ന് പറയും. പിന്നെ മെന്റൽ പീസ്, നല്ല സ്വഭാവം ഉണ്ടാക്കിയെടുക്കുക, ഒരു ശരിയായ അവബോധം, ഇതൊക്കെ ഒന്നായിട്ടാണ് യോഗയെ കാണുന്നത്. എല്ലാ പ്രവർത്തനങ്ങളുടെയും ഒരു ബേസ് ഇതായിരിക്കും. ഓക്കെ, മനസ്സിലായി. യോഗ ഒരു ഫിസിക്കൽ ആൻഡ് മെന്റൽ ഫൗണ്ടേഷൻ തരുന്നു. അടുത്ത ഘടകം എന്താണ്? ജീവിതത്തിന്റെ A to Z എന്ന് കേട്ടല്ലോ, അതെന്താ സംഭവം? അത് രസകരമായ ഒരു ഐഡിയ ആണ്. ജീവിതത്തിൽ പ്രധാനപ്പെട്ടതെന്ന് അവർ കരുതുന്ന ഏകദേശം 30 തത്വങ്ങൾ. അതിനെ ഇംഗ്ലീഷ് ആൽഫബറ്റ് ഓർഡറിൽ A മുതൽ Z വരെയുള്ള അക്ഷരങ്ങൾ വെച്ച് ഓർഗനൈസ് ചെയ്തിരിക്കുകയാണ്. ഓ, A to Z. അതെ. ഉദാഹരണത്തിന് A ഫോർ ആക്ഷൻ, അതായത് പ്രവർത്തിക്കുക. B ഫോർ ബിലീഫ്, വിശ്വാസം. C ഫോർ കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം. D ഫോർ ഡിസിപ്ലിൻ, അച്ചടക്കം. H ഫോർ ഹെൽത്ത്, ആരോഗ്യം. അങ്ങനെ പോയി Z ഫോർ സെസ്റ്റ്, അതായത് ജീവിതത്തിനോടുള്ള ഒരു ആവേശം, ഒരു ഊർജം. അതുവരെ ഓരോ ക്ലാസുകളും ഇതിലെ ഒന്നോ അതിലധികമോ ആശയങ്ങളെ ബേസ് ചെയ്തായിരിക്കും. ഒരു മിനിറ്റ്, അപ്പോ ഇത് വെറും പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ് പോലെയാണോ? അല്ല, അതിനേക്കാളും ഡീപ്പാണ്. ഈ A to Z ഫ്രെയിംവർക്ക് നോക്കിയാൽ അതിൽ ശീലങ്ങൾ, അതിനെ ഹാബിറ്റ്സ് എന്ന് പറയുന്നു. A മുതൽ D വരെ അതിലാണ് ഊന്നൽ. പിന്നെ ആരോഗ്യം, E മുതൽ H വരെ. സാമൂഹികമായ ഇടപെടലുകൾ, സോഷ്യൽ സ്കിൽസ്. ഉദാഹരണത്തിന് J ഫോർ ജോയ്ഫുൾ ഇന്ററാക്ഷൻസ്, R ഫോർ റെസ്പെക്ട്. അറിവ് നേടുന്നത് K ഫോർ നോളജ്, Q ഫോർ ക്വസ്റ്റ്യനിങ്. ടെക്നോളജി ഉപയോഗിക്കുന്നത് V ഫോർ വിഷൻ വിത്ത് ടെക്നോളജി. അനുഭവങ്ങളിൽ നിന്ന് പഠിക്കുന്നത് W ഫോർ വിസ്ഡം ഫ്രം എക്സ്പീരിയൻസ്. അങ്ങനെ ലൈഫിന്റെ മിക്കവാറും എല്ലാ ഏരിയാസിനെയും ടച്ച് ചെയ്യുന്നുണ്ട്. ഇതിന്റെ കൂടെ നമ്മുടെ പാരമ്പര്യത്തിലുള്ള ചില മൂല്യങ്ങൾ, അതായത് കർമ്മയോഗം, ചെയ്യുന്ന ജോലി ഭംഗിയായി ചെയ്യുക. ഭക്തിയോഗം, ഒരു സമർപ്പണ മനോഭാവം. ജ്ഞാനയോഗം, അറിവും ബോധവും നേടുക. രാജയോഗം, ഒരു രാജകീയ മനോഭാവത്തോടെ ജീവിക്കുക. ഇതൊക്കെ കൂടി ഇതിൽ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഇത് ഡെയിലി ലൈഫിന് ഒരു സ്ട്രക്ചറും ഒരു ലക്ഷ്യബോധവും കൊടുക്കാൻ ഹെൽപ്പ് ചെയ്യുമെന്നാണ് അവര് പറയുന്നത്. അപ്പൊ യോഗയിലൂടെ ഒരു മെന്റൽ റെഡിനെസ്, പിന്നെ ഈ A to Z ഫ്രെയിംവർക്കിലൂടെ ലൈഫിലെ പല കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ധാരണയും പ്രാക്ടിക്കൽ ട്രെയിനിങ്ങും. ഇനി മൂന്നാമത്തെ ആള് AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അതെങ്ങനെയാ അവിടെ വരുന്നത്? ഈ യോഗ പോലെയുള്ള ഒരു പാരമ്പര്യ രീതിയും AI എന്ന മോഡേൺ ടെക്നോളജിയും തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവില്ലേ? നല്ല ചോദ്യം. അത് പലർക്കും തോന്നാം. പക്ഷെ അവരുടെ കാഴ്ചപ്പാടിൽ AI ഒരു എതിരാളിയല്ല, നേരെ മറിച്ച് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു അസിസ്റ്റന്റ് ആണ്, ഒരു സഹായി. അതെ,
ഓരോ കുട്ടിയുടെയും അല്ലെങ്കിൽ ഓരോ വ്യക്തിയുടെയും കഴിവിനും താല്പര്യത്തിനും അനുസരിച്ച് പഠനം ക്രമീകരിക്കാൻ, അതായത് പേഴ്സണലൈസ്ഡ് ലേണിംഗ്, അതിന് AI ഹെൽപ്പ് ചെയ്യും. അവരുടെ ഒരു പുരോഗതി എങ്ങനെയുണ്ട് എന്ന് നോക്കാനും ഫീഡ്ബാക്ക് കൊടുക്കാനും ഇത് ഉപയോഗിക്കാം. ഒരു ഉദാഹരണം പറയാമോ? തീർച്ചയായും. ഇപ്പൊ ഒരാൾ യോഗാസനം ചെയ്യുകയാണ്. അത് ശരിയാണോ, ബോഡി പോസ്ചർ കറക്റ്റ് ആണോ, ശ്വാസം എടുക്കുന്ന രീതി ഓക്കെ ആണോ എന്നൊക്കെ ഒരു AI ടൂളിന് ഒരു ക്യാമറയിലൂടെയോ സെൻസറിലൂടെയോ നോക്കി അപ്പൊ തന്നെ ഫീഡ്ബാക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ. അല്ലെങ്കിൽ ഒരാള് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ എത്ര നേരം ശ്രദ്ധ വിട്ടുപോകാതെ ഇരുന്നു എന്നൊരു AI സിസ്റ്റത്തിന് മോണിറ്റർ ചെയ്യാൻ പറ്റിയാൽ അത് ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുമല്ലോ. പഠനത്തിന് സഹായിക്കുന്നു, അത് മനസ്സിലായി. വേറെ എന്തെങ്കിലും റോളുകളുണ്ടോ ഈ AIക്ക്? ഉണ്ട്. ഇതൊരു ലേണിംഗ് ടൂൾ മാത്രമല്ല. കഴിവുകൾ കൂട്ടാൻ, സ്കിൽ എൻഹാൻസ്മെന്റ്, പിന്നെ ഡേറ്റ അനാലിസിസ്, സർവേകൾക്കൊക്കെ ഡേറ്റ അനലൈസ് ചെയ്യാൻ AI ഉപയോഗിക്കാം. എഫിഷ്യൻസി കൂട്ടാം. പിന്നെ ഈ സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടിയുള്ള കണ്ടന്റ് ഉണ്ടാക്കാനും മാർക്കറ്റിംഗിനും സർവേ നടത്താനുമൊക്കെ AI അനാലിറ്റിക്സ് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് പഠിപ്പിക്കും. ബിസിനസ്സുകൾക്ക് വേണ്ടി മാർക്കറ്റ് സർവേ നടത്തുക, അല്ലെങ്കിൽ സ്ഥാപനങ്ങളുടെ ക്വാളിറ്റി ചെക്ക് ചെയ്യുക, അക്രഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ, ഇതിനൊക്കെ AI ഉപയോഗിക്കാനുള്ള ഒരു സാധ്യതയും അവർ കാണുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം അവർ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, AI ഒരിക്കലും ഒരു ഗുരുവിന്റെ സ്ഥാനത്ത് വരില്ല. അതൊരു സപ്പോർട്ട് ടൂൾ മാത്രമാണ്. നമ്മുടെ പാരമ്പര്യ അറിവുകളെയും രീതികളെയും കൂടുതൽ ആളുകളിലേക്ക് കൂടുതൽ എഫക്റ്റീവായിട്ട് എത്തിക്കാനുള്ള ഒരു ഉപകരണം, അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ഈ ആശയങ്ങളൊക്കെ എങ്ങനെയാണ് ഒരു ക്ലാസ് റൂമിലോ അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് സെഷനിലോ നടപ്പാക്കുന്നത്? പഠിപ്പിക്കുന്ന രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാവുമല്ലോ അല്ലേ? തീർച്ചയായും. ഈ പരീക്ഷ, കാണാപാഠം പഠിക്കൽ അതൊക്കെ ഒഴിവാക്കിയാണ് പകരം ഒരു ഇൻക്വയറി ബേസ്ഡ് ലേണിംഗ്, അതായത് അന്വേഷിച്ച് പഠിക്കുന്ന രീതിയാണ് അവർ പറയുന്നത്. അതിനായിട്ട് വീഡിയോ ബുക്കുകൾ എന്നൊരു കോൺസെപ്റ്റ് ഉപയോഗിക്കുന്നു. വീഡിയോ ബുക്കുകളോ? അതെന്താ, പുസ്തകം വീഡിയോ രൂപത്തിലാണോ? ഏകദേശം അതെ. പക്ഷെ അതിന്റെ രീതി കുറച്ചുകൂടി ഇന്ററാക്റ്റീവ് ആണ്. അതായത് ആദ്യം ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു എക്സ്പേർട്ട് ഒരു വിഷയത്തിൽ, ഇപ്പോ യോഗയിലെ ഒരു ആസനം അല്ലെങ്കിൽ ഒരു ലൈഫ് സ്കിൽ, അതിനെക്കുറിച്ച് നന്നായി റിസർച്ച് ചെയ്ത് ആവശ്യമെങ്കിൽ സർവേകളൊക്കെ നടത്തി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ബുക്ക് ഉണ്ടാക്കും. ഇതിന് AI ടൂൾസ് സഹായിക്കും. ശരി. എന്നിട്ട് കുട്ടികൾ അല്ലെങ്കിൽ പഠിക്കുന്ന ആൾക്കാർ ഈ വീഡിയോ ബുക്ക് കാണും. അതിനുശേഷം അവർ സ്വന്തമായിട്ട് ആ വിഷയത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കും. അതിനവർക്ക് AI ടൂൾസ് വിവരം കണ്ടെത്താനും സമ്മറൈസ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന ഗ്രോക്ക്, നോട്ട്ബുക്ക് LM പോലെയുള്ളവ, ഗൂഗിൾ, മറ്റ് നല്ല സോഴ്സുകളൊക്കെ ഉപയോഗിക്കാം. ഓക്കേ. എന്നിട്ടോ ഈ റിസർച്ചിന്റെ ബേസില് അവർ സ്വന്തമായിട്ടൊരു ചെറിയ വീഡിയോ ബുക്ക് ഉണ്ടാക്കും. ചിലപ്പോ ഒരു 5 മിനിറ്റ് ദൈർഘ്യമുള്ളത്. കൊള്ളാലോ, കുട്ടികൾ തന്നെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആവുന്നു. പക്ഷേ ഒരു സംശയം, ഇവരുണ്ടാക്കുന്ന ഈ വീഡിയോ ബുക്കിന്റെ ഒരു ക്വാളിറ്റി, അതിന്റെ ആധികാരികത, അതൊക്കെ എങ്ങനെ ഉറപ്പാക്കും? നല്ല പോയിന്റ്. അവിടെയാണ് അടുത്ത സ്റ്റെപ്പ് വരുന്നത്. ഒരു കുട്ടി ഒരു വീഡിയോ ബുക്ക് ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അത് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യണം. മറ്റു കുട്ടികൾ, ടീച്ചർമാർ, പാരന്റ്സ്, ചിലപ്പോ ആ വിഷയത്തിൽ അറിവുള്ള പുറത്തുള്ള ആൾക്കാർ, അവരുമായിട്ടൊക്കെ. എന്നിട്ട് എല്ലാവരും കൂടെ ആ വീഡിയോ ബുക്കിലെ ഇൻഫർമേഷൻ ചർച്ച ചെയ്യും, അതിനെ വീണ്ടും മെച്ചപ്പെടുത്തും. അതായത് കണ്ടിന്യൂസ് ആയിട്ട് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതൊരു കൂട്ടായ പഠനമാണ്, കളക്റ്റീവ് ലേണിംഗ്. ഓക്കെ. അപ്പൊ ഒരു കൊളാബറേറ്റീവ് അപ്രോച്ച്. അതെ. ഈ രീതി ആ വിഷയത്തിൽ നല്ല ഡീപ്പായിട്ടുള്ള ഇൻസൈറ്റ് കിട്ടാൻ സഹായിക്കും. കുട്ടികളുടെ മാത്രമല്ല, ടീച്ചർമാരുടെയും പേരന്റ്സിന്റെയും ഒക്കെ ഒരു നിലവാരം ഒരുപോലെ കൂടും. പിന്നെ ടീച്ചർമാരുടെ ജോലിഭാരം കുറയും എന്നും അവർ പറയുന്നു. അത് ശരിയാണ്. ഇതിന്റെ സ്ഥാപകൻ മോഹനകൃഷ്ണൻ MT, അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ 61ാം വയസ്സില് ഒരു സാധാരണ സ്മാർട്ട് ഫോൺ മാത്രം വെച്ചിട്ട് യോഗയെക്കുറിച്ച് ഏകദേശം 30 വീഡിയോ ബുക്കുകൾ ഇങ്ങനെ ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട്. അപ്പൊ മുതിർന്ന ഒരാൾക്ക് ഇത് പറ്റുമെങ്കിൽ ഇന്നത്തെ കുട്ടികൾക്ക് ടെക്നോളജിയൊക്കെ വെച്ച് ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമല്ലോ. അതാണ് അദ്ദേഹത്തിന്റെ ഒരു വാദം. കേട്ടിട്ട് വളരെ ഗംഭീരമായിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ പ്രാവീണ്യം നൽകാൻ വലിയൊരു സെറ്റപ്പ് വേണ്ടി വരുമല്ലോ. ഇതെങ്ങനെയാണ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്? പിന്നെ ഇതിന്റെ ഒരു ഫിനാൻഷ്യൽ സൈഡ്, എങ്ങനെയാണ് ഇതിനൊക്കെ പണം കണ്ടെത്തുക? അതൊരു വലിയ ചോദ്യം തന്നെയാണ്. ഇതൊരു ലോങ് ടേം പ്ലാൻ ആണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ഷോർട്ട് ടേം 1-2 വർഷം,
മിഡ് ടേം ഒരു 3 വർഷം, പിന്നെ ലോങ് ടേം 5 വർഷത്തിന് മുകളിൽ എന്നിങ്ങനെ തിരിച്ചിട്ടുണ്ട്. ആദ്യത്തെ ഘട്ടത്തിൽ യോഗയുടെ ബേസിക്സ്, ലൈഫ് സ്കിൽ ട്രെയിനിങ്, കുട്ടികൾക്കും മുതിർന്നവർക്കും ബേസിക് AI ടൂൾസിന്റെ ഉപയോഗം, ചെറിയ കമ്മ്യൂണിറ്റി പ്രോഗ്രാംസ്, ഇതിലൊക്കെ ആയിരിക്കും ശ്രദ്ധ. രണ്ടാം ഘട്ടത്തിൽ കോർപ്പറേറ്റ് ട്രെയിനിങ്, സ്കൂളുകളുമായിട്ടുള്ള ഒരു സഹകരണം, സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേഷൻ, കുറച്ചുകൂടി അഡ്വാൻസ്ഡ് AI ട്രെയിനിങ്, റിസർച്ച്, അങ്ങനെയുള്ള കാര്യങ്ങൾ വരും. മൂന്നാം ഘട്ടമാവുമ്പോഴേക്കും കുറച്ചുകൂടി സ്പെഷ്യലൈസ്ഡ് ആവും. അതായത് ഓട്ടിസം ബാധിച്ചവർ, മെന്റൽ ഹെൽത്ത് പ്രശ്നങ്ങളുള്ളവർ, പ്രായമായവർ, ഇവർക്കൊക്കെ വേണ്ടിയുള്ള പ്രത്യേക പ്രോഗ്രാംസ്. പിന്നെ ബിസിനസ് കൺസൾട്ടിംഗ്, ടൂറിസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതായത് റിട്രീറ്റുകൾ, സസ്റ്റൈനബിൾ ലിവിംഗ് വർക്ക്ഷോപ്പുകൾ, അങ്ങനെയൊക്കെ ആയിട്ട് പ്രവർത്തനം വിപുലീകരിക്കും. ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോ നല്ല ഫിനാൻഷ്യൽ സപ്പോർട്ട് വേണ്ടേ? അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ? കടലാസിൽ ഒതുങ്ങി പോകുമോ ഇതൊക്കെ? ഇല്ല, അതിനെക്കുറിച്ചും അവർക്ക് വ്യക്തമായൊരു പ്ലാൻ ഉണ്ട്. എങ്ങനെ ഫിനാൻഷ്യലി സസ്റ്റൈനബിൾ ആകാം എന്നതിന് ഒരു രൂപരേഖ കൊടുത്തിട്ടുണ്ട്. തുടക്കത്തിൽ ഡയറക്ടർമാരുടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാകും. പിന്നെ ജൈവകൃഷി, മത്സ്യകൃഷി, ഈ യോഗ സ്കിൽ ട്രെയിനിങ് സെന്ററുകളിൽ നിന്നുള്ള ഫീസ്, ഹെൽത്തി ഫുഡ് റെസ്റ്റോറന്റുകൾ, ഇതിലൂടെയൊക്കെ ഒരു വരുമാനം കണ്ടെത്തും. തുടക്കത്തിൽ അതെ. പിന്നീട് ഘട്ടം ഘട്ടമായിട്ട് പലതരം ട്രെയിനിങ് പ്രോഗ്രാംസ്, കുട്ടികൾ, മുതിർന്നവർ, കോർപ്പറേറ്റുകൾ, എഡ്യൂക്കേഷൻ സംരംഭങ്ങൾ, ഡേ കെയർ, സ്കൂളുകൾ, AI സർവീസസ്, പ്രോജക്ട് ട്രെയിനിങ്, സർവേ, കൺസൾട്ടിംഗ്, പെയ്ഡ് ആയിട്ടുള്ള ഓൺലൈൻ കണ്ടന്റ്, ടൂറിസം, പിന്നെ സ്പെഷ്യൽ നീഡ്സ് ഉള്ളവർക്കുള്ള സർവീസസ്, അങ്ങനെ ഏകദേശം ഒരു 35ഓളം വരുമാന മാർഗങ്ങൾ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. 35? അതെ. ഇതിലൂടെ ഒരു സെൽഫ് സഫിഷ്യൻസി, സ്വയം പര്യാപ്തത നേടാനാണ് ലക്ഷ്യം. ഏകദേശം ഒരു 3 വർഷം കൊണ്ട് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആകാനും പിന്നീട് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് വഴി ഗ്ലോബൽ ലെവലിലേക്ക് പോകാനും പ്ലാനുണ്ട്. ഓരോ വർഷവും ഒരു 20% ഗ്രോത്തും അവർ പ്രതീക്ഷിക്കുന്നു. അപ്പോ സാമൂഹിക സേവനത്തിനൊപ്പം തന്നെ ഒരു സാമ്പത്തിക സുസ്ഥിരത കൂടി ഉറപ്പാക്കുന്ന ഒരു മോഡലാണത്. ഈ പറഞ്ഞ യോഗ, AI, ലൈഫ് സ്കിൽസ്, ഇതിന്റെ ഒരു കോമ്പിനേഷൻ, ഇതിന്റെ ഒരു പൊട്ടൻഷ്യൽ എന്താണ്? ഇത് ശരിക്കും വ്യക്തികളെയും സമൂഹത്തെയും മാറ്റാൻ ഹെൽപ്പ് ചെയ്യോ? ശ്രദ്ധ, ആ ഒരു ശാന്തത, പിന്നെ AI തരുന്ന ഡേറ്റ അനാലിസിസ് പവർ, ആ ഒരു പേഴ്സണലൈസ്ഡ് അപ്രോച്ച്, അതോടൊപ്പം ലൈഫ് സ്കിൽസ് തരുന്ന ആ പ്രാക്ടിക്കൽ നോളജ്, ഇത് മൂന്നും കൂടി ചേരുമ്പോ തീർച്ചയായും അത് പുതിയ സാധ്യതകൾ തുറന്നേക്കാം. ഇത് വ്യക്തികളുടെ ഒരു ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് ആണ് ലക്ഷ്യം വെക്കുന്നത്. ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ എല്ലാ തലങ്ങളിലും. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, സന്തോഷ് ജോർജ് കുളങ്ങര ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം. അതെ, കുട്ടികളുടെ കഴിവ് കണ്ടെത്തുന്നത്. അതെ, വിദ്യാഭ്യാസം ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ആ ഒരു സ്പാർക്ക്, ആ താല്പര്യം, ആ കഴിവ് കണ്ടെത്താൻ സഹായിക്കണമെന്നത്. ഇന്നത്തെ സിസ്റ്റം പലപ്പോഴും അതിൽ അത്ര വിജയിക്കുന്നില്ല. ശരിയാണ്. അതുപോലെ ഈ സാമൂഹികമായ പെരുമാറ്റം, മറ്റുള്ളവരെ ബഹുമാനിക്കുന്നത്, പബ്ലിക് സ്ഥലങ്ങളിലെ ഒരു മര്യാദ, ഇതൊക്കെ സ്കൂളിൽ പഠിപ്പിക്കേണ്ടതല്ലേ എന്നും അദ്ദേഹം ചോദിച്ചിരുന്നു. ഈ കഴിവ് മോഡലിലെ A to Z ചട്ടക്കൂട് നോക്കിയാല് അതിൽ കമ്മ്യൂണിക്കേഷൻ, റെസ്പെക്ട്, ജോയ്ഫുൾ ഇന്ററാക്ഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഒരു പരിധിവരെ ആ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ യോഗയുടെ ആ ഒരു പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് AI എന്ന പുതിയ ടെക്നോളജിയുടെ ഹെൽപ്പോടെ ജീവിതത്തിൽ മുന്നേറാൻ വേണ്ട കഴിവുകൾ നൽകി ഒരു പുതിയ തലമുറയെ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു വലിയ ശ്രമമാണ് ഈ കഴിവ് KASHIVE മുന്നോട്ട് വെക്കുന്നത്. ചുറ്റുമുള്ള പ്രശ്നങ്ങൾ കണ്ടറിഞ്ഞ് സർവേ, അത് തീർക്കാൻ വേണ്ട സ്കിൽസ് നേടി, സ്കിൽ അത് വെച്ച് സമൂഹത്തിന് സേവനം ചെയ്യുന്ന സർവ് ഒരു തലമുറ ഉണ്ടാക്കുക, അതാണ് ഒരു ലക്ഷ്യം, അല്ലെ? അതെ, അതൊരു വളരെ വലിയൊരു വിഷനാണ്. ഇപ്പോഴത്തെ വിദ്യാഭ്യാസ രീതിയുടെ പ്രശ്നങ്ങളെയും കുട്ടികൾ അനുഭവിക്കുന്ന ആ ഒരു മെന്റൽ സ്ട്രെയിനിനെയൊക്കെ വളരെ സീരിയസ് ആയിട്ട് കാണുന്നുണ്ട്. മോഹനകൃഷ്ണൻ MTയുടെ നേതൃത്വത്തിൽ തുടങ്ങിവെച്ച ഈ ഒരു അന്വേഷണത്തിന് എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും അവർ ചോദിക്കുന്നുണ്ട്. ഇതൊരു ഗ്ലോബൽ മോഡലായി മാറാൻ ചാൻസ് ഉണ്ടെന്നും അവർ വിശ്വസിക്കുന്നു. തീർച്ചയായും. ഈ ഒരു ചർച്ച കേട്ട് കഴിയുമ്പോ
ഇത് കേൾക്കുന്ന നിങ്ങളുടെ മനസ്സിലും സ്വാഭാവികമായി ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു ചോദ്യം വന്നിട്ടുണ്ടാവാം. അതെ, ഈ പുരാതനമായ യോഗ നൽകുന്ന ആ ഒരു ആന്തരികമായ ശ്രദ്ധയും ശാന്തതയും, പിന്നെ ഏറ്റവും പുതിയ AI ടെക്നോളജി നൽകുന്ന ആ ഒരു വിശകലന ശേഷിയും കാര്യക്ഷമതയും, അതോടൊപ്പം ജീവിതത്തിലെ പ്രാക്ടിക്കൽ സ്കിൽസും, ഇതെല്ലാം കൂടിച്ചേരുമ്പോ അത് മനുഷ്യന്റെ ഒരു പേഴ്സണൽ ഗ്രോത്തിനെയും നമ്മുടെ സമൂഹത്തെയും ശരിക്കും എങ്ങനെയായിരിക്കും സ്വാധീനിക്കുക? ഇത് നമ്മുടെയൊക്കെ ഉള്ളിലുള്ള ആ ഒരു നാച്ചുറൽ കഴിവിനെയും ക്രിട്ടിക്കലായിട്ട് ചിന്തിക്കാനുള്ള കഴിവിനെയൊക്കെ കൂടുതൽ വളർത്തുമോ, അതോ നമ്മൾ അറിയാതെ ടെക്നോളജിയുടെ ഒരു ഫ്രെയിംവർക്കിനുള്ളിൽ ഒതുങ്ങിപ്പോകുമോ? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് നമ്മൾ തുടർന്നും ആലോചിക്കേണ്ട ഒരു കാര്യം. തീർച്ചയായും ആ ഒരു ചോദ്യം നിങ്ങൾക്കായി വിട്ടുകൊണ്ട് ഇന്നത്തെ ഈ ഒരു ആഴത്തിലുള്ള അന്വേഷണം ഇവിടെ നിർത്തുന്നു. അടുത്ത തവണ പുതിയ വിഷയങ്ങളും കൂടുതൽ വിവരങ്ങളുമായി വീണ്ടും കാണാം. നന്ദി.